ലിയോ മെസ്സിയുടെ ഹാട്രിക്കും അർജന്റീനയുടെ തകർപ്പൻ വിജയവും ആവോളം ആഘോഷിക്കുകയാണ് ഫുട്ബോൾ ലോകം. നിലവിൽ ഏറ്റവും പ്രായം കൂടിയ താരം ഒരു ഹാട്രിക് നേടുക എന്നുള്ള അപൂർവ റെക്കോർഡും ലിയോ മെസ്സി വേൾഡ് കപ്പിൻ്റെ മൈതാനത്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ സന്തോഷത്തിലാണ് ഫുട്ബോൾ ലോകമുള്ളത്. അൾജീരിയക്കെതിരായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ മിന്നും വിജയം നേടാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോഴും മറ്റൊരു ഭാഗം ലിയോ മെസ്സിക്കെതിരെ വലിയ വിവാദം തന്നെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അസ്വരസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ലിയണൽ മെസ്സി എതിർ ടീം ഡിഫൻഡറെ പ്രസ്സിംഗ് ചെയ്യുന്നുണ്ട്. ഇതിനിടെ ലിയണൽ മെസ്സി അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. പന്തുള്ള അൾജീരിയൻ താരത്തിലേക്ക് ലിയണൽ മെസ്സി ഹൈ പ്രസ് ചെയ്ത് പോവുകയും എന്നാൽ അതിനിടെ ലിയണൽ മെസ്സിയുടെ കാല് താരത്തിൻ്റെ കാഫ് മസിലിൽ ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. റഫറി ഉടനെ തന്നെ ഫൗൾ വിസിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ വാർ ചെക്ക് ചെയ്യുകയും മെസ്സിക്ക് കാർഡുകളൊന്നും ലഭിച്ചില്ല. ഇതിനെതിരെയാണ് ഫുട്ബോൾ ലോകത്തെ പണ്ഡിറ്റുകളും ബ്രസീൽ സൂപ്പർ താരമായ മാർസലോയും എല്ലാം രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഷുവറായിട്ടും ലിയോ മെസ്സിക്ക് റെഡ് കാർഡ് നൽകേണ്ട ഫൗളാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ബ്രസീൽ സൂപ്പർ താരമായ മാർസലോയെല്ലാം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം മറ്റു പലരും പറയുന്നത് ഇത് യെല്ലോ കാർഡെങ്കിലും അർഹിച്ചിരുന്നു. അത് മെസ്സി അല്ലാതെ മറ്റൊരു താരമായിരുന്നെങ്കിൽ റഫറി യെല്ലോ കാർഡ് ഷുവറായി നൽകുമായിരുന്നു. റഫറിക്ക് തെറ്റുപറ്റിയതൊക്കെ, എന്നാൽ വാർ ചെക്ക് ചെയ്തിട്ടും റഫറി ഒരു യെല്ലോ കാർഡ് പോലും മെസ്സിക്ക് നൽകിയില്ല. ഈ കാര്യത്തിലാണ് ഇപ്പോൾ വൻ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സിക്കത് റെഡ് കാർഡ് നൽകണമായിരുന്നു എന്നാണ് പല ഫുട്ബോൾ പണ്ഡിറ്റുകളും പറയുന്നത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഇപ്പോൾ ഇത് ESPN അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വിവാദം കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ EA സ്പോർട്സ് മിനിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.